സമുദായ ഐക്യം അനിവാര്യമാണ്. അത് ഞങ്ങളുടെ പ്രഖ്യാപിത നയമാണ്. സംഘടനകൾ തമ്മിൽ യോജിക്കണം. ജമാഅത്തെ ഇസ്ലാമിക്ക് എതിരായ സമസ്ത പ്രമേയം സമസ്ത കാലങ്ങളായി ഈ സമീപനം എടുക്കുന്നതാണ്. ഇത് UDF LDF രാഷ്ട്രീയവുമായി കൂട്ടിക്കുഴക്കണ്ട. അതിൽ മുതലെടുക്കാൻ കഴിയില്ല. ജമാഅത്തെ ഇസ്ലാമി വിഷയത്തിൽ LDF അതരവ്യായാമം നടത്തുന്നു. ജനങ്ങൾ ഈ പ്രചാരണം മുഖവിലക്ക് എടുക്കില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കണ്ട ട്രെൻഡ് ആവർത്തിക്കും. മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന കാന്തപുരം വിഭാഗത്തിന്റെ ആവശ്യം ഈ വിഷയത്തിലേക്ക് ലീഗ് കടന്നിട്ടില്ല. ലീഗിന്റെ നിലപാട് ചർച്ച ചെയ്ത് അറിയിക്കും എന്ന് PK കുഞ്ഞാലിക്കുട്ടി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഐക്യപ്പോഴും സമുദായ ഐക്യവും സമുദായങ്ങൾ തമ്മിലുള്ള ഐക്യവും അതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം തന്നെ. എല്ലാ സംഘടനകളും യോജിക്കണം. അതുപോലെ തന്നെ എല്ലാ സമുദായങ്ങളും യോജിക്കണം. സാമുദായിക യോജിപ്പുണ്ടാകണം. സമുദായങ്ങൾ തമ്മിൽ യോജിപ്പുണ്ടാകണം. അത് വളരെ അനിവാര്യമാണ് എന്നുള്ളത് ഞങ്ങളുടെ പ്രഖ്യാപിത നയമാണ്. അപ്പൊ അതുകൊണ്ട് അത് ഏത് തരത്തിലാണെങ്കിലും നല്ലതാണ്. ഈ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ശക്തമായ നിലപാടാണ് സംസ്ഥ എടുക്കുന്നത്. പ്രമേയം പാസാക്കിയ സമ്മേളനത്തിൽ ആശയപരമായി ഒക്കെ തീർച്ചയായും വ്യത്യാസം ഉള്ള സംഘടനകളാണ് അതൊക്കെ. അത് അവർ വളരെ നന്നായി അവരവരുടെ ആശയം പ്രചരണം നടത്തും. സമസ്തയുടെ ഈ കാര്യത്തിലൊക്കെയുള്ള സമീപനം വളരെ കാലമായിട്ട് നമുക്കൊക്കെ അറിയുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ കൊണ്ടുവന്ന് UDF രാഷ്ട്രീയവും LDF രാഷ്ട്രീയവുമായി കൂട്ടിക്കൊടുക്കണ്ട. അതിൽ കാര്യമില്ല. കാരണം UDF രാഷ്ട്രീയവും LDF രാഷ്ട്രീയവുമായി അത് കൊണ്ടൊന്ന് കൂട്ടിക്കൊടുത്ത് മുതലെടുക്കാൻ കഴിയില്ല. കാരണം LDF വളരെ കാലം കൊണ്ടുവരുന്ന ഒരു പ്രസ്ഥാനം, അതിനെ UDFനുണ്ടെന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ അഭിപ്രായം വെച്ച് അതിന് മുതലെടുക്കാൻ ഏതായാലും LDFന് കഴിയും. ആ കാര്യം ഉറപ്പാണ്. കാരണം LDF ചെയ്ത കുറ്റത്തിന്റെ മറുപടി അവർ ആദ്യം പറയണ്ടേ. അത് പറയാതെ ഇതിങ്ങനെ അവരെ പോസ്റ്ററും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന ഒന്നിച്ചിരിക്കുന്ന ഫോട്ടോകളും അവർ പറഞ്ഞതും ഒക്കെ ഇവിടെ ജനങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകുമ്പോൾ വെറുതെ ഈ അതര വ്യായാമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പത്രക്കാരെങ്കിലും അതിൽ നിന്ന് മാറി പറഞ്ഞാൽ അതിനെ തെരഞ്ഞെടുപ്പ് തെളിയിച്ചു. നിങ്ങൾ പത്രക്കാരടിയിൽ 2-3 പത്രക്കാർ ഇതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു പ്രയോജനവും ഇല്ല. ഞാൻ പറഞ്ഞ അല്ല, മെനക്കെട്ടിട്ട് കാര്യമില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വേണ്ടത്ര പ്രയോഗിച്ചു വന്നില്ലേ, മെനക്കെട്ടിട്ട് ഒരു കാര്യമില്ല. ഇതിനു വേണ്ടി ഞാൻ പറയാം, അത് പിന്നീട് ആവർത്തിച്ച് കാര്യമില്ല. ഇതിനു വേണ്ടി പ്രചരണം നടത്തുന്ന 1-2 ചാനൽ, ഞാൻ ചാനലിന്റെ പേരൊന്നും പറയുന്നില്ല, കഴിഞ്ഞ അസംബ്ലി തദ്ദേശ തെരഞ്ഞെടുപ്പിന് മെനക്കെട്ട് നോക്കിയതാണ് ഈ കാര്യം പറഞ്ഞിട്ട്. ഇല്ല. ഇനിയെങ്കിലും നിങ്ങൾക്ക് അത് വിട്ടു. മറ്റൊരു വിഷയം, ഈ വെറുതെ ആവർത്തന വിരസതയ്ക്ക് വേണ്ടി